തിരുവനന്തപുരം നഗരത്തെ മുൾമുനയിലാക്കി ഹോട്ടലിൽ ബോംബ് ഭീഷണി. യാക്കൂബ് പേമന്റെ പേരിലായിരുന്നു ഇമെയിൽ സന്ദേശം എത്തിയത്. ഹോട്ടൽ ഫോർട്ട് മാനറിൽ ബോംബ് സ്ക്വാഡും ഡോഗ് സ്ക്വാഡും പരിശോധന നടത്തിയെങ്കിലും ഒന്നും കണ്ടെത്താനായില്ല. ഭീഷണിയുടെ ഉറവിടം കണ്ടെത്താനായിട്ടില്ലെന്ന് DCP നകുൽ ദേശ്മുഖ് പറഞ്ഞു. റോഷിപാലുണ്ട് വിശദാംശങ്ങളുമായി. റോഷിപാൽ, ഏറെ നേരം നീണ്ട തെരച്ചിലിനൊടുവിലും ഒന്നും കണ്ടെത്താനായില്ല. പക്ഷേ എന്താണ് ആ ഹോട്ടൽ കേന്ദ്രീകരിച്ച് മാത്രം ഒരു ഭീഷണി സന്ദേശം വന്നത് എന്ന ചോദ്യം ഇപ്പോഴും ബാക്കിയാണ്. പോലീസ് അന്വേഷണം ഏത് രീതിയിലാണ്? സന്ദേശം യാക്കൂബ് പേമന്റെ പേരിലാണ് ഇത്തരത്തിൽ ഭീഷണി സന്ദേശം ലഭിച്ചത്. മാധ്യമ സ്ഥാപനങ്ങളിലടക്കം ഇത്തരം സന്ദേശം ലഭിച്ചു. അതിന് പിന്നാലെയാണ് നമ്മളിപ്പോൾ കാണുന്ന ഹോട്ടൽ ഫോർട്ട് മാനറിൽ പരിശോധന നടത്തിയത്. ഡോഗ് സ്ക്വാഡൊക്കെ ഏറെ മണിക്കൂറുകൾ പരിശോധന നടത്തിയെങ്കിലും ഒന്നും കണ്ടെത്താനായില്ല എന്നത് തന്നെയാണ്. ഭീഷണി വ്യാജ ഭീഷണി എന്ന് വിലയിരുത്തണം. പക്ഷേ ഇതിന്റെ ഉറവിടം എന്താണ് എന്നത് സംബന്ധിച്ച് പരിശോധന നടത്തുകയാണ് പോലീസ്. നിലവിൽ ഭീതിതമായ സാഹചര്യമൊന്നുമില്ല. പക്ഷേ തിരുവനന്തപുരം നഗരത്തിൽ തന്നെയുള്ള ഒരു ഹോട്ടലായതുകൊണ്ട് തന്നെ ഈ ഭീഷണി സന്ദേശം എത്തിയത് വലിയ ആശങ്കയുണ്ടാക്കിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ ബോംബ് സ്ക്വാഡും ഡോഗ് സ്ക്വാഡും ഒക്കെ തന്നെ പരിശോധന നടത്തിയത്. ഇപ്പോൾ ഏതായാലും ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് പറയുന്നത്. റോഷിപാൽ, വിശദാംശങ്ങൾ എന്താണ്? രാവിലെ 9:30 യാക്കൂബ് പേമന്റെ പേരിലുള്ള ഔട്ട്ലുക്ക് മെയിലിൽ നിന്നും ചില സർക്കാർ സ്ഥാപനങ്ങളിലും ചില മാധ്യമ സ്ഥാപനങ്ങളിലും ഇമെയിൽ സന്ദേശം വഴി തിരുവനന്തപുരത്തെ ഈസ്റ്റ് ഫോർട്ടിലെ ഈ ഹോട്ടൽ മാനറിന് വെച്ച് 2:30 ഇന്ന് ഉച്ചയ്ക്ക് 2:30 ബോംബ് പൊട്ടിത്തെറിക്കും എന്നാണ് സന്ദേശത്തിലുണ്ടായിരുന്നത്. അത് അണ്ണാമലൈ സർവകലാശാലയിലെ ചില സംഭവങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇത്തരമൊരു ഭീഷണി സന്ദേശം ലഭിച്ചതും. ആ സന്ദേശം പോലീസിന് ലഭിച്ചതിന് തൊട്ടു പിന്നാലെ തന്നെ പോലീസ് അതിന്റെ പ്രാഥമിക അന്വേഷണം ആരംഭിച്ചു. തുടർന്ന് ഹോട്ടൽ മാനറിൽ പോലീസ് സംഘമെത്തി ബോംബ് സ്ക്വാഡും ഒപ്പം ഡോഗ് സ്ക്വാഡ് അടക്കം എത്തിച്ചേർന്ന് വിശദമായി പരിശോധന എല്ലാ മുറികളിലും നടത്തി. അതിനുശേഷം സംശയാസ്പദമായി സ്ഫോടക വസ്തുക്കളൊന്നും കണ്ടെത്താത്തതിനെ തുടർന്നാണ് പരിശോധന അവസാനിപ്പിച്ചത്. ഏതായാലും ഈ സന്ദേശം എവിടെ നിന്നാണ് ലഭിച്ചത്, അതിന്റെ ഉറവിടം പരിശോധിച്ച് കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ പോലീസ് സംഘം. തിരുവനന്തപുരം സിറ്റി പോലീസിന്റെ സൈബർ പോലീസ് സ്റ്റേഷനിലാണ് ആ അന്വേഷണം നടക്കുന്നത്. ഏതായാലും ഈ ഫോർട്ട് പോലീസ് സംഭവത്തിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഈ സന്ദേശം അത് എവിടെയാണ് ഉറവിടം എന്നത് പരിശോധിച്ച് കണ്ടെത്തണം. വ്യാജ സന്ദേശമാണോ എന്ന ഒരു സംശയത്തിൽ തന്നെയാണ് പോലീസ് ഉള്ളത്. അങ്ങനെയാണ് DCPയും പറഞ്ഞത്. പക്ഷേ ഏതാണ്ട് 3 മണിക്കൂറോളം ഈ പരിശോധന നടന്നിരുന്നു. അത്രയും സമയം തലസ്ഥാനം ആശങ്കയുടെ മുൾമുനയിലായിരുന്നു. ഫയർഫോഴ്സ് സംഘം അടക്കം ഇവിടെ ക്യാമ്പ് ചെയ്തിരുന്നു. കാരണം ഹോട്ടലിന് തൊട്ടടുത്ത ഈ പഴവങ്ങാടി ക്ഷേത്രമുണ്ട്, അതിനിപ്പുറത്ത് പെട്രോൾ പമ്പുണ്ട്. ഇങ്ങനെ ഒരു സന്ദേശം ഇവിടെ തമിഴ്നാട് സ്വദേശിയായ ഒരാളുടെ വിവാഹ സൽക്കാരവും നടക്കുന്നുണ്ടായിരുന്നു. ആ തമിഴ്നാടുമായി ബന്ധപ്പെട്ടതായതുകൊണ്ടാണ് അങ്ങനെ ഒരു ആശങ്ക ആ സമയത്ത് ഉണ്ടായതും. ഏതായാലും പരിശോധന പൂർത്തിയായതോടെ ആശങ്കയ്ക്ക് വിരാമമായി. സ്ഫോടക വസ്തുക്കളൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. അതിഥികളെ അടക്കം വിശദമായി പരിശോധിച്ചിരുന്നു. ഹോട്ടലിന്റെ മുഴുവൻ മുറികളും പരിശോധിക്കുകയും ചെയ്തിരുന്നു. ശരി, റോഷിപാലാണ് വിവരങ്ങൾ നൽകിയത്. ഏതായാലും ഇത്തരത്തിൽ ഭീഷണി എവിടെ നിന്നാണ് വന്നത് എന്ന് പോലീസ് പരിശോധിക്കുകയാണ്. ഒന്നും കണ്ടെത്താനായില്ല എന്ന് തന്നെയാണ് ഏറ്റവും ആശ്വാസകരമായ കാര്യം.